റോഡ് സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള അനധികൃത ഓട്ടോ പാർക്കിംഗ് മാറ്റണമെന്ന ആവശ്യം ശക്തമാവുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രാധാന്യമുള്ള അതിരമ്പുഴ ജംഗ്ഷനിലെ അനധികൃത ഓട്ടോറിക്ഷ പാർക്കിംഗ് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റണമെന്ന ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തിരക്കേറിയ കോട്ടയം എറണാകുളം റൂട്ടിൽ PWD റോഡിനോട് ചേർന്നുള്ള ഓട്ടോ പാർക്കിംഗ് നിരന്തരം അപകടം വരുത്തുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നുള്ള അനധികൃത പാർക്കിംഗ് വ്യാപാരത്തെയും ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. അനധികൃത ഓട്ടോ സ്റ്റാൻഡുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്ന് 6 മാസമായിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുയർന്നു. PWD റോഡില് അവർക്ക് അങ്ങനെ കിടക്കാനുള്ള നിയമപരമായ അനുമതിയില്ല എന്ന് വരികിലും അവരവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡ്, അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഒഴിവാക്കാനാകാവുന്ന ഒരു ഘടകമല്ല. അപ്പോൾ അവർക്ക് വേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കേണ്ടതാണ്. അതുപോലെ ഓട്ടോറിക്ഷകളുടെ എണ്ണം വർദ്ധിച്ചു. നിരവധി 100-ലധികം ഓട്ടോറിക്ഷകൾ അതിരമ്പുഴ പല 3 സ്ഥലങ്ങളിലായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിലും സെൻട്രൽ ജംഗ്ഷനിലും പള്ളി ജംഗ്ഷനിലും ഒക്കെ ആയിട്ട് 100 കണക്കിന് ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു മേഖലയായിട്ട് അത് എടുത്തേക്കുന്നത്. അവർക്ക് ഉള്ള സ്ഥലം ഈ പരിമിതമായ വീതിയുള്ള റോഡുകൾ, അവിടെ ഒരു കടയിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 വീലർ അല്ലെ LMB ചെറിയ വണ്ടികളിലായിരിക്കും ഒരു ഷോപ്പിങ്ങിന് വരിക. അപ്പോൾ ആ വരുന്ന ആളുകൾക്ക് അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അതിരമ്പുഴ സെൻട്രൽ ജംഗ്ഷനിലുള്ള എൻ്റെ ബിൽഡിങ് 40 വർഷം മുമ്പ് പണിയുമ്പോൾ തന്നെ 3-4 കാറുകൾ കിടത്തക്ക രീതിയിലാണ് ഞാൻ കെട്ടിടം പണിതത്. പക്ഷേ ആ ടൗൺ വികസനത്തിന് റോഡ് വികസനം വന്നപ്പോൾ എൻ്റെ പാർക്കിങ് റോഡിനായി പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ബിൽഡിങ്ങേ ഉള്ളൂ, ബിൽഡിങ്ങിന് പാർക്കിംഗ് ഇല്ല. മറ്റൊരു ബിൽഡിങ്ങുകൾക്കും പാർക്കിംഗ് ഇല്ല. ഈ അടുത്ത കാലങ്ങളിൽ ഈ ഒരു പതിറ്റാണ്ടിനുള്ളിൽ നിർമ്മിച്ചിട്ട കെട്ടിടങ്ങൾക്ക് മാത്രമേ ഈ 3 മീറ്റർ വെച്ച് വലിച്ചിട്ടുള്ള കുറച്ച് സ്പേസ് ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. കോടതി ഉത്തരവുണ്ടായിട്ട് നടപടി ഉണ്ടാകാത്തതിനാൽ കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് വ്യാപാരികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പരാതിക്കാരനായ മാത്തുക്കുട്ടി മാങ്കോട്ടിൽ, അഗസ്റ്റിൻ പോൾ എന്നിവർ പങ്കെടുത്തു.